ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതോടെ ആരാകും ഹിസ്ബുള്ളയുടെ അടുത്ത സെക്രട്ടറി ജനറൽ എന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 32 വർഷമാണ് നസ്രുള്ള പ്രസ്ഥാനത്തെ നയിച്ചത്. ഈ കാലയളവിൽ രാഷ്ട്രീയമായും സൈനികമായും ഹിസ്ബുള്ള ഏറെ വളർന്നു. അതിനാൽ തന്നെ നസ്രുള്ളയുടെ വിയോഗം വലിയ വിടവാണ് തീർക്കുന്നത്. നസ്രുള്ളയുടെ ബന്ധുവായ ഹാഷിം സഫിദ്ദീൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായ ഇദ്ദേഹം ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിൽ അംഗം കൂടിയാണ്. ഒക്ടോബർ 7 ശേഷം നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നസ്രുള്ളയെ വധിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നെങ്കിലും അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഭൂരിഭാഗം പേരും ചിന്തിച്ചിട്ടുണ്ടാകില്ലെന്ന് അൽ ജസീറയുടെ ബെയ്റൂത്തിലെ റിപ്പോർട്ടർ അലി ഹാഷിം പറയുന്നു. നസ്രുള്ളയ്ക്ക് ഒരു പ്രഭാവലയവും വലിയ സ്വാധീനവും ഉണ്ടായിരുന്നു. അദ്ദേഹം തെരുവിലിറങ്ങാൻ പറഞ്ഞാൽ ജനം അക്ഷരം പ്രതി അനുസരിക്കും. ഇതിനെല്ലാം ഇനി വലിയ മാറ്റമുണ്ടാവാൻ പോവുകയാണ്. പുതിയ നേതൃത്വം ഉയർന്നു വരുമെങ്കിലും പുതിയ കമാൻഡർമാരെ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. ഇത് സംഘടനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആരാണ് നയിക്കുന്നതെന്ന് ഇസ്രായേലിന് മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും അലി ഹാഷിം പറയുന്നു. ഹസൻ നസ്രുള്ളയുടെ മരണവിവരമറിഞ്ഞ് സ്ത്രീകളടക്കമുള്ളവർ റോഡിൽ കിടന്ന് വിലപിക്കുന്നതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നുവെന്ന് പറയുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നസ്രുള്ളയുടെ കൊലപാതകത്തെ വലിയ നേട്ടമായിട്ടാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിവിധിയാണെന്നാണ് ഹസൻ നസ്രുള്ളയുടെ മരണത്തെ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങുകയും അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ വലിയ വില നൽകേണ്ടി വരും. ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ലെന്നും ഗാലന്റ് വ്യക്തമാക്കി. ഹസൻ നസ്രുള്ള ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയ ശത്രുവായിരുന്നുവെന്ന് ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹഗേരി പറഞ്ഞു. നസ്രുള്ളയുടെ മരണത്തോടെ ലോകം കൂടുതൽ സുരക്ഷിതമായി. ഹിസ്ബുള്ളയുടെ മറ്റു നേതാക്കളെ ആക്രമിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് ഇസ്രായേലി സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു. ഹിസ്ബുള്ളയെയും മറ്റു പോരാളി സംഘടനകളെയും തകർക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഹിസ്ബുള്ളയെ സൈനികമായി പരാജയപ്പെടുത്താനുള്ള ശക്തി ഇസ്രായേലിനില്ലെന്നാണ് തെഹ്റാൻ സർവകലാശാലയിലെ മുഹമ്മദ് മറാന്തി അൽ ജസീറയോട് പറയുന്നത്. ഹിസ്ബുള്ളയ്ക്ക് രാജ്യത്തുടനീളമായി 1000ഓളം കിലോമീറ്റർ നീളമുള്ള ടണലുകളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാണ്, സൈന്യവും സജ്ജമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. നസ്രുള്ളയുടെ മരണത്തോടെ വലിയ പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാരിതര സായുധ ശക്തിയായിട്ടാണ് ഹിസ്ബുള്ള അറിയപ്പെടുന്നത്. 100,000ഓളം സായുധ പോരാളികൾ ഇവർക്കുണ്ട്. അതിനൂതനമായ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട്. കൂടാതെ ഇറാന്റെ പിന്തുണയും ഹിസ്ബുള്ളയ്ക്ക് കരുത്ത് പകരുന്നു. ഒക്ടോബർ 7 ശേഷം ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി തവണ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു. 100,000-ലേറെ റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആയുധശേഖരത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട്. 40 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനും 600 കിലോഗ്രാം വരുന്ന സ്ഫോടന വസ്തുക്കൾ വഹിക്കാനും കഴിയുന്ന റോക്കറ്റുകളാണിവ. കഴിഞ്ഞ ബുധനാഴ്ച തെല്ലവീവിന് സമീപത്തെ മൊസാദിന്റെ ആസ്ഥാനം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ആക്രമിച്ചത്. തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടാലും ഗസയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്.